അഞ്ചൽ ആറോ ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പ്രകാശിച്ചു തുടങ്ങിയതോടെ വിവാദങ്ങൾ മുറുകുന്നു. തെരുവ് വിളക്കുകൾ കണ്ണടച്ച് മാസങ്ങളായി ഇരുട്ടിലായിരുന്ന അഞ്ചൽ പട്ടണത്തിന് പകൽ വെളിച്ചം പകർന്നുകൊണ്ട് ആറോ ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് പ്രകാശിച്ചു തുടങ്ങിയതിനു പിന്നാലെ വാക്പോരും വിവാദങ്ങളും ശക്തി പ്രാപിക്കുകയാണ്. ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം ഏകപക്ഷീയമായി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ ഒറ്റയ്ക്ക് നിർവഹിച്ചു എന്ന ആരോപണമാണ് ഉയരുന്നത്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ CPM നേതാവായ എസ് ജയമോഹൻ സമ്മർദ്ദം ചെലുത്തിയാണ് ആറോ ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നത്. ഇടതുമുന്നണി അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതിന്റെ വൈരാഗ്യം തീർക്കാനാണ് ആരും കാണാതെ ഒറ്റയ്ക്കെത്തി സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചതെന്നും ഇത്തരം രാഷ്ട്രീയ മര്യാദകേടുകൾ തിരുത്തുവാൻ തയ്യാറാവണമെന്നും ഡിവൈഎഫ്ഐ അഞ്ചൽ ഏരിയ സെക്രട്ടറി എം സജാദ് ആവശ്യപ്പെട്ടു. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ പ്രത്യേകമായ താല്പര്യമെടുത്ത് അവരുമായി ഒരു അപേക്ഷ കൊടുത്ത് ആ അപേക്ഷയിൽ പ്രത്യേകമായി അവരുടെ താല്പര്യമെടുത്തുകൊണ്ട് തന്നെ അഞ്ചൽ ആറോ ജംഗ്ഷനിലേക്ക് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് അഞ്ചലിലേക്ക് അനുവദിച്ചു. എന്നാൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ചൽ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയമാണെന്ന് അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ സ്ഥാനഭ്രഷ്ടനായതിനെ തുടർന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു ദിവസം രാത്രി വന്നിട്ട് ആരോടും പറയാതെ ആരോടും ചോദിക്കാതെ തന്നെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് അങ്ങേയറ്റത്ത് അവർ പൊതുപ്രവർത്തന നിലയിൽ ആ ഒരു മര്യാദ കാണിക്കേണ്ടതല്ല, എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇത് വലിയ പ്രതിഷേധം സൃഷ്ടിക്കുകയാണ്. അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ഏകപക്ഷീയമായി എടുത്ത തീരുമാനം. അങ്ങേയറ്റത്തെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട അദ്ദേഹം തിരുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്തത് ഇലക്ട്രിസിറ്റി ജീവനക്കാരനാണെന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ സക്കീർ ഹുസൈന്റെ പ്രതികരണം. ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആ റോഡ് കുഴിച്ച് അണ്ടർഗ്രൗണ്ട് കേബിളായി സ്ഥാപിച്ച് വേണം കണക്ഷൻ കൊടുക്കാനെന്നുള്ള ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട PWD റോഡിന്റെ എഞ്ചിനീയറെയും ഇലക്ട്രിസിറ്റിയിലെ എഞ്ചിനീയറെയും വിളിച്ചു വരുത്തി അഡീഷണലായി ഈ ഹൈമാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പിന്നെ സിക്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ആളിനെയും വിളിച്ചു വരുത്തി ഒരു പൈപ്പ് അഡീഷണലായി അവിടെ സ്ഥാപിച്ചിട്ടാണ് അവിടെ കണക്ഷൻ ആദ്യമായി കത്തിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അഞ്ചൽ ആറോ ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നില്ല എന്നുള്ള നിലയിൽ വലിയ പ്രക്ഷോഭണങ്ങളും അതുപോലെ ചില പോസ്റ്ററിങ്ങുകളും ഒക്കെ പഞ്ചായത്തിനെതിരെയും ഭരണകർത്താക്കൾക്കെതിരെയും ഒക്കെ നിരന്തരമായി പഞ്ചായത്തിൽ ഒട്ടിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു ഔപചാരികമായ ഉദ്ഘാടനത്തിന്റെ പേരിൽ ലൈറ്റ് സ്ഥാപിച്ചിട്ടും ദിവസങ്ങളോളം അത് കത്തിച്ചിടാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഇലക്ട്രിസിറ്റിയുടെ എഞ്ചിനീയർ തന്നെയാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന് പറയാൻ കഴിയത്തില്ല എങ്കിലും അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് സക്കീർ ഹുസൈൻ അല്ല. വിവാദങ്ങളും വാക്പോരുകളും മുറുകുന്ന സാഹചര്യത്തിൽ പ്രകാശിച്ചു തുടങ്ങിയ ഹൈമാസ്റ്റ് ലൈറ്റിന് ഇനി ആഘോഷങ്ങളോടുകൂടിയ ഒരു ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.